Hi students, welcome to Beauty of Maths. ഇന്ന് മാറ്റി വെച്ച ഫിസിക്സ് എക്സാമിനേഷൻ ആയിരുന്നു S1-ൻ്റെ. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് കുറച്ച് ഒരു 7-8 ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ടൊരു കാര്യം, സെമസ്റ്റർ 2-ൻ്റെ ഓൺലൈൻ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ S1 എക്സാമിനേഷന് മുമ്പായിട്ട്. ഏകദേശം ഒരു 4-5 ക്ലാസ്സുകളും എടുത്ത് നിർത്തിയതാണ്. പിന്നീട് S1-ൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയും അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. മാത്സിൻ്റെയും സ്റ്റാറ്റിൻ്റെയും ഉണ്ട്. സ്റ്റാറ്റിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. സ്റ്റാറ്റിൻ്റെ ക്ലാസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വരുന്ന ബുധനാഴ്ച, അതായത് മറ്റന്നാൾ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പുനരാരംഭിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ്, അതിൻ്റെ ബാലൻസോട് തുടങ്ങുവാണ്. അഡ്മിഷൻ എടുക്കാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് ടോട്ടോളജി എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ടോട്ടോളജി? ടോട്ടോളജി നോക്കാം. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ട്രൂ for all possible values of its propositional variables is called a tautology or universally valid formula or a logical truth. ഓക്കെ, ഈ സെൻറ്റൻസ് ഒന്നും കണ്ട് പ്രത്യേകിച്ചൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അതായത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയെന്ന് വിചാരിക്കും. P, Q എന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് ആക്കി. ഓക്കെ, ആ പിയുടെയും ക്യൂവിൻ്റെയും മാക്സിമം പോസിബിലിറ്റീസ് വെച്ചിട്ട് നമുക്ക് ട്രൂത്ത് വാല്യൂസ് എഴുതാൻ അറിയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു P, Q ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതിന് ഒന്നെങ്കിൽ 2 ട്രൂ ആകാം, അല്ലെങ്കിൽ ഒരു ട്രൂ ഫോൾസ് ട്രൂ, 2 ഫോൾസ്, ഇങ്ങനെ 4 കേസുകളാണ് വരുന്നത്. ഈ എല്ലാ കേസുകളിലും ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റും ട്രൂ ആണ് എങ്കിൽ, ഓക്കെ, കംപ്ലീറ്റും ട്രൂ ആണ് എങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഈ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടോട്ടോളജിയാണ്. ഓക്കെ, എല്ലാം ട്രൂ ആയിരിക്കണം. ഓക്കെ, ഫൈനൽ എല്ലാം ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വിളിക്കാം ടോട്ടോളജി എന്ന് വിളിക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷം 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അന്നേരം ഇതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു റിമാർക്ക് പറഞ്ഞിട്ടുണ്ട്. റിമാർക്ക് പറയുന്നത്, ഒരു ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഓർമ്മയുണ്ടല്ലോ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ടോട്ടോളജിയാണെന്ന് പെട്ടെന്ന് പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്നത്, ഈ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലോജിക്കലി ഇക്വാലൻ്റ് എന്ന് തെളിയിച്ചാൽ മതി. ലോജിക്കലി ഇക്വാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ, ഓക്കെ, ബൈ കണ്ടീഷണലിൻ്റെ കാര്യമാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൻ്റെ ട്രൂത്ത് വാല്യൂസ് എല്ലാം T ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ റൈറ്റ് സൈഡിൻ്റെയും ട്രൂത്ത് വാല്യൂ എല്ലാം T ആണ് എന്നുണ്ടെങ്കിൽ, അത് ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ട്രൂത്ത് വാല്യൂസ് എല്ലാം തുല്യമാണ് എങ്കിൽ, ഓക്കെ, ഒന്നുകിൽ 2ൻ്റെയും ട്രൂത്ത് വാല്യൂ കംപ്ലീറ്റ് T, അല്ലെങ്കിൽ 2ൻ്റെയും ട്രൂത്ത് വാല്യൂ കംപ്ലീറ്റ് ഫോൾസ്. ഓക്കെ, രണ്ടും ലോജിക്കലി ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, രണ്ടും തുല്യമായിരിക്കുക. രണ്ടും തുല്യമാണ് എങ്കിൽ ആ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലെങ്കിൽ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എന്താണെന്ന് പറയാം, ടോട്ടോളജി ആണെന്ന് പറയാം. ഓക്കെ, 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും 2 ടോട്ടോളജിക്ക് എക്സാമ്പിളാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫാണ്, ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, നമുക്ക് ഈ ടോട്ടോളജിയായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് Q or P and negation Q or negation P and negation Q is a tautology. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ടോട്ടോളജി ആണെന്നാണ് തെളിയിക്കാനുള്ളത്. ആദ്യം ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ A എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, A എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തുള്ള ടേമുകളൊക്കെ വെച്ചിട്ട് ടേബിൾ വരയ്ക്കാൻ അറിയാമല്ലോ. ആദ്യം Pയും Q എഴുതി. ഇനി നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നെഗേഷൻ P വേണം, നെഗേഷൻ Q വേണം, അതെഴുതി. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താണ് നമുക്കുള്ളതെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ P ആൻഡ് നെഗേഷൻ Q വേണം, അതെഴുതി. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ Qവും കൂടെ ഓർ വരുന്നതാണ്. ഓക്കെ, Q ഓർ ഈ സാധനം കംപ്ലീറ്റ്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്, അതും എഴുതി. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ ഓൾറെഡി നെഗേഷൻ P നെഗേഷൻ Q നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അവയുടെ എന്തോ വേണം? ആൻഡ് വേണം, അതാണ് എഴുതിയിരിക്കുന്നത്.
ഓക്കെ, ഇനി ഇത് മൊത്തം ലാസ്റ്റ് ഇത് മൊത്തം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫുൾ അതിന് ഏന്നല്ലേ ഡിനോട്ട് ചെയ്തിരിക്കുന്നു അത് അവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഏന്ന് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല, ഇത്രയും കൂടെ നീട്ടിപ്പിടിച്ച് എഴുതണ്ട. നമുക്ക് ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ലെറ്ററും കൊടുത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സാധനം നമുക്ക് നോക്കാം, ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിക്കും ക്യൂക്കും 4 പോസിബിലിറ്റിയാണ്, ടി ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്. നെഗേഷൻ പി എന്ന് വെച്ചാൽ പി ഇവിടെ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതി വെക്കുക. ഓക്കെ, നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ടി എഫ്, എഫ് ടി ആയി മാറും. ഓക്കെ, അതേപോലെ കണ്ടിന്യൂ ചെയ്യുക, അത് എഴുതി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ വേണ്ടത് പി ആൻഡ് നെഗേഷൻ ക്യൂ ആണല്ലോ. ഓക്കെ, പി ആൻഡ് നെഗേഷൻ ക്യൂ, പിയും നെഗേഷൻ ക്യൂവിൻ്റെ ആൻഡ്, പി ഇതാണ്, നെഗേഷൻ ക്യൂ ഇതാണ്, ഇവയുടെ രണ്ടിൻ്റെയും ആൻഡാണ് നമുക്ക് വേണ്ടത്. ആൻഡിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം, രണ്ടും ട്രൂ ആകുന്ന കേസിൽ ട്രൂ ആണ്, ബാക്കി എല്ലാ കേസിലും ഫോൾസ് ആണ്. അതുകൊണ്ട് രണ്ടും ട്രൂ ആകുന്ന കേസിൽ ട്രൂ, ബാക്കിയെല്ലാം എന്തോ ആണ്, ഫോൾസ് ആണ്. ഓക്കെ, അത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് പി ഓർ പി ആൻഡ് നെഗേഷൻ ക്യൂ, സോറി ക്യൂ ഓർ പി ആൻഡ് നെഗേഷൻ ക്യൂ. ക്യൂവും ക്യൂ അവിടെ ഉണ്ട്, പിന്നെ എന്തോ ആയിട്ടുള്ള ഓറാണ് വേണ്ടത്, പി ആൻഡ് നെഗേഷൻ ക്യൂ, ഇപ്പം കണ്ടുപിടിച്ച സാധനം. ഇത് തമ്മിലുള്ള ഓറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർമ്മ തോന്നണം, ഓർ രണ്ടും ഫോൾസ് ആകുന്ന കേസിൽ ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ. ഓക്കെ, നേരത്തെ ഓപ്പോസിറ്റ്, രണ്ട് ഫോൾസ് ആകുന്ന കേസ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, ഇത് രണ്ട് ഫോൾസ് ആണല്ലോ, ആ കേസിൽ ഫോൾസ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഓർ എന്ന് പറയുന്നത് എല്ലാം ട്രൂ ആയിരിക്കും. ഓക്കെ, അന്നേരം അതും കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇത് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് സൈഡ് പറഞ്ഞിരിക്കുന്നത് നെഗേഷൻ ബി ആൻഡ് നെഗേഷൻ ക്യൂ, നെഗേഷൻ ബിൻ്റെയും നെഗേഷൻ ക്യൂവിൻ്റെയും ആൻഡ്, ഇവ തമ്മിലുള്ള ആൻഡാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രണ്ടും ട്രൂ ആകുന്ന കേസിൽ ട്രൂ ആയിരിക്കും, ബാക്കി എല്ലാ കേസിലും എന്തോ ആയിരിക്കും, ഫോൾസ് ആയിരിക്കും. അതും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ഓറാണ് വേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഓർ, ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ്, അവയുടെ ഓറെന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടും ഫോൾസ് ആകുന്ന കേസിൽ മാത്രമാണ് ഫോൾസ് ആകുന്നത്. രണ്ടും ഫോൾസ് ആകുന്ന കേസിൽ മാത്രമേ ഫോൾസ് ആകത്തുള്ളൂ, ബാക്കി എല്ലാ കേസിലും ട്രൂ ആയിരിക്കും. രണ്ടും ഫോൾസ് ആകുന്ന ഒരു കേസ് പോലും ഇവിടെ വന്നിട്ടില്ല, ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് വന്നിരിക്കും, ടി എഫ് ടി എഫ് ടി എഫ് എഫ് ടി. ഓക്കെ, അതുകൊണ്ട് ഇതെല്ലാം എന്തോ ആയിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ടി തന്നെയാണ്. കംപ്ലീറ്റ് ടി ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് എന്താണ്, ഒരു ടോട്ടോളജി ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ടോട്ടോളജിക്ക് എക്സാമ്പിൾ. ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. ഷോ ദാറ്റ് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഈസ് എ ടോട്ടോളജി. ഓക്കെ, അന്നേരം ഇവിടെ തന്നിരിക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡ് നടുക്കത്തെ ഓപ്പറേഷൻ ഇംപ്ലൈസ് ആണ്, റൈറ്റ് സൈഡ് നെഗേഷൻ ക്യൂ. ഓക്കെ, നമുക്കിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. പിയും ക്യൂവും വേണം. ഓക്കെ, പിയും ക്യൂവും വേണം, അത് തമ്മിലുള്ള ഇംപ്ലൈസ് വേണം, പി ഇംപ്ലൈസ് ക്യൂ അത് വേണം. ഓക്കെ, പിന്നെ ക്യൂവിൻ്റെ നെഗേഷൻ വേണം, നെഗേഷൻ ക്യൂ വേണം. ഇനി ഈ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ നെഗേഷനും വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, അത് ഇത്രയും നമ്മളൊന്ന് എടുത്തെഴുതുന്നു. ആണ്ടേ പി ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ നെഗേഷൻ വേണം, നെഗേഷൻ ക്യൂ വേണം, പിന്നെ ഫൈനൽ ആൻസർ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ആ സാധനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിയുടെയും ക്യൂവിൻ്റെയും ചോയ്സസ് അറിയാമല്ലോ, ചോയ്സ് എഴുതി. ഓക്കെ, അടുത്ത പി ഇംപ്ലൈസ് ക്യൂ ആണ്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പി ഇംപ്ലൈസ് ക്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പി ട്രൂവും ക്യൂ ഫോൾസും ആകുന്ന കേസ്. ഓക്കെ, പി ട്രൂ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആദ്യത്തത് ട്രൂവും രണ്ടാമത്തത് ഫോൾസും. ഈ ഒരൊറ്റ കേസിൽ മാത്രമാണ് ഫോൾസ് ആകുന്നത്, ബാക്കി എല്ലാ കേസിലും ട്രൂ ആയിരിക്കും. അത് നോക്കുക, പി ട്രൂ ക്യൂ ഫോൾസ്, ഈ കേസിൽ ഫോൾസ് ആയിരിക്കും, ബാക്കി എല്ലാ കേസിലും ഇംപ്ലൈസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ നെഗേഷൻ എഴുതാൻ അറിയാമല്ലോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടി എഫ് എഫ് ടി ടി എഫ് ടി എഫ് അത് എഴുതി. ഇനി നെഗേഷൻ ക്യൂവിൻ്റെ നെഗേഷൻ എഴുതാൻ അറിയാമല്ലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ടി എഫ് ആകും, എഫ് ടി ആകും, ടി എഫ് ആകും, എഫ് ടി ആകും. അതും കഴിഞ്ഞു. ഇനി അടുത്ത വേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ, അതായത് ഈ സാധനം ലെഫ്റ്റ് സൈഡ്, ഈ സാധനം റൈറ്റ് സൈഡ്, ഇവ തമ്മിലുള്ള ഇംപ്ലൈസ് ഓക്കെ, ഇംപ്ലൈസ് അവ തമ്മിലുള്ള ഇംപ്ലൈസ് ആണ്. ഇംപ്ലൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഫസ്റ്റ് വൺ ട്രൂവും രണ്ടാമത്തത് ഫോൾസും ആകുന്ന കേസിലാണ് ഫോൾസ് ആകുന്നത്. ഫസ്റ്റ് വൺ ട്രൂവും രണ്ടാമത്തത് ഫോൾസും ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ ട്രൂ ആകുന്ന കേസ് ഇത് മാത്രമേ ഉള്ളൂ.
അതിൻ്റെ രണ്ടാമത്തെ ഫോൾസ് ആണോ? അല്ല. അതുകൊണ്ട് അത് ട്രൂ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒന്നും ഫസ്റ്റ് വൺ ട്രൂ അല്ലാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അത് മസ്റ്റായിട്ട് എന്ത് തന്നെയായിരിക്കും? ട്രൂ തന്നെയായിരിക്കും. ഓക്കെ, അതായത് എല്ലാം ട്രൂ ആണ്. എല്ലാം ട്രൂ ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എന്താണ്? ഒരു ടോട്ടോളജിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടോട്ടോളജി. 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം. ബാക്കി 2 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി. കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വാട്സപ്പിൽ അയച്ചിരുന്നാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ആൻഡ് നെഗേഷൻ ക്യൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഞാൻ ആദ്യമേ ഒരു റിസൾട്ട് പറഞ്ഞായിരുന്നു. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് രണ്ടും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ലോജിക്കലി ഈക്വലൻ്റ് എന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് ഇതൊരു ടോട്ടോളജി തന്നെ ആയിരിക്കും. അന്നേരം നമുക്ക് ലെഫ്റ്റും റൈറ്റും പ്രത്യേകം ഒന്ന് കണ്ടുപിടിക്കാം. പിയും ക്യൂ എടുക്കുക. അതിൽ പി ഇംപ്ലൈസ് ക്യൂ വേണം, അതിന് നെഗേഷനും വേണം. ഇവിടെ അതുപോലെ തന്നെ പി ഉണ്ട്, നെഗേഷൻ ക്യൂ വേണം, ഇവയുടെ രണ്ടിൻ്റെ ആൻഡും വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് എഴുതാം. ആണ്ടേ, ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ എ എന്ന് ഡിനോട്ട് ചെയ്തു, പി ക്യൂ എഴുതി. പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് ആവശ്യമുണ്ട്, അതിന് നെഗേഷൻ ആവശ്യമുണ്ട്, നെഗേഷൻ ക്യൂ എഴുതി. അതുപോലെ തന്നെ പിന്നെന്താണ്? പി ആൻഡ് നെഗേഷൻ ക്യൂ. ഓക്കെ, പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ്, നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. തുല്യമാണോ എന്ന് നോക്കാം. പി ക്യൂ അവയുടെ ചോയ്സസ് നമുക്കറിയാം. ടി ടി, ടി എഫ്, എഫ് എഫ്, എഫ് ടി, എഫ് എഫ്, അത്ര എഴുതി. പി ഇംപ്ലൈസ് ക്യൂ. ഇംപ്ലൈസ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് വൺ ടിയും രണ്ടാമത്തത് ഫോൾസും ആകുന്ന കേസിൽ മാത്രം ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ ആയിരിക്കും. ഇനി അതിൻ്റെ നെഗേഷനാണ് അടുത്ത് വേണ്ടത്. ഓക്കെ, അതിന് നെഗേഷൻ, പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ നെഗേഷൻ. പി ഇംപ്ലൈസ് ക്യൂ നെഗേഷൻ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ടി എഫ് ആകും, എഫ് ടി ആകും, ടി എഫ്, ടി എഫ്. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡ് നമുക്കത് ഇങ്ങനെ കിട്ടി, എഫ് ടി എഫ് എഫ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് ക്യൂവിൻ്റെ നെഗേഷൻ എഴുതാൻ അറിയാമല്ല, ക്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് വേണ്ട ടേം എന്ന് പറയുന്നത് പീൻ്റെയും നെഗേഷൻ ക്യൂവിൻ്റെയും ആൻഡാണ്. പീൻ്റെയും അതുപോലെ തന്നെ നെഗേഷൻ ക്യൂവിൻ്റെയും ആൻഡാണ് നമുക്ക് വേണ്ട. ആൻഡ് എന്ന് പറയുമ്പം എപ്പോഴും ഓർമ്മ വന്നോണം, രണ്ടും ട്രൂ ആകുന്ന കേസിൽ ട്രൂ ആയിരിക്കും, ബാക്കിയെല്ലാം ഫോൾസ്. രണ്ടും ട്രൂ ആകുന്ന കേസ് ഇതാണ്, അത് ട്രൂ ആണ്, ബാക്കി എല്ലാ കേസും എന്താണ്? ഫോൾസായി. ഓക്കെ, ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കിട്ടി. നേരത്തെ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൻഡ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇനി ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ടോട്ടോളജിയാണ് എന്ന് തെളിയിക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വേണമെന്നില്ല. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ടോട്ടോളജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലോജിക്കലി ഈക്വൽ എന്ന് തെളിയിച്ചാൽ മതി. അതായത് ട്രൂത്ത് വാല്യൂസ് ഒരുപോലെയാണോ നോക്കിയാൽ മതി. ഇവിടെ എഫ് ആണ്, ഇവിടെയും എഫ് ആണ്, ഇവിടെ ടി ആണ്, ഇവിടെയും ടി ആണ്, ഇവിടെ എഫ് ആണ്, ഇവിടെയും എഫ് ആണ്, ഇവിടെ എഫ് ആണ്, ഇവിടെ എഫ് ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ട്രൂത്ത് വാല്യൂസ് കംപ്ലീറ്റ് ഒരുപോലെയാണ്, സെയിം ആണ്, തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എന്താണെന്ന് പറയാം? ഒരു ടോട്ടോളജി ആണെന്ന് പറയാം. ഓക്കെ, അതിന് ഈ ഫൈനൽ സ്റ്റെപ്പ് വേണമെന്നില്ല, ഫൈനൽ കോളം വേണമെന്നില്ല. ഫൈനൽ കോളം ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി, അന്നേരം മൊത്തം ട്രൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് കോളം കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. ഈ ക്ലാസ്സിൽ അന്നേരം ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.